റിനി ആൻ ജോർജിന്റെ സമൂഹമാധ്യമ അധിക്ഷേപ പരാതിയിൽ കർശന നടപടിയെടുക്കാൻ ഡിജിപിയുടെ നിർദ്ദേശം. ആരോപണ വിധേയർക്കെതിരെ കേസ് എടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. പരാതിയിൽ പറയുന്ന വ്യക്തികൾക്കെതിരെ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഇക്കാര്യത്തിൽ എന്താണ് ഡിജിപി നൽകിയിരിക്കുന്ന നിർദ്ദേശം, വിവരങ്ങൾ? ഉന്മേഷ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ തുറന്നു പറച്ചിൽ നടത്തിയ യുവതിക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായത്. തുടർന്നാണ് ഈ റിനി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എറണാകുളം റൂറൽ SP, മുനമ്പം DYSP എന്നിവർക്കും പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ കർശനമായിട്ടുള്ള നടപടിയെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ DGP നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കുവാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്ന വ്യക്തികൾക്കെതിരെ പ്രത്യേകമായിട്ടായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് എടുക്കുക. ഇവർ സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ അടക്കം അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പക്ഷേ എവിടെയായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്താവുന്ന കുറ്റം പരാതിയിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും യൂട്യൂബ് ലിങ്ക് അടക്കമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിന്റെ ലിങ്ക് അടക്കമാണ് റിനി കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നത്. അത് കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ DGP നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.